ക്രിയേറ്റ് എ ന്യൂ ആപ്ലിക്കേഷൻ. ട്രാവലിംഗ് ഇൻഫർമേഷനാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. എല്ലാവരും വിചാരിക്കുക സിംഗിൾ ഫാമിലി അങ്ങനെ കൊടുക്കാമെന്ന്. പക്ഷേ ഞാനൊരു പ്രാവശ്യം സിംഗിൾ വെച്ച് ഫുള്ളി ചെയ്തതാണ്. അപ്പോൾ അതിലാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് കൊടുക്കുക. വിസ ടൈപ്പ് ടൂറിസം, എൻട്രി ടൈപ്പ് സിംഗിൾ. ഇവിടെ നമുക്ക് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഡിപ്പാർച്ചർ ഇപ്പോൾ ഞാനിവിടെ നിന്ന് ബഹ്റൈനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു റാൻഡം സെലക്ഷനാണ് ഇതിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മളുടെ പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത് അത് തന്നെ ഇവിടെ കറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിസ റിജക്റ്റ് ആവും. അപ്പോൾ പാസ്പോർട്ടിൽ എന്താണെന്ന് അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ നേരിട്ട് കൊടുക്കണം. ഫ്രണ്ട് ഗിവൻ നെയിം, ഇവിടെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. യു വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ കൺട്രി വിത്തൗട്ട് ദ ഗ്യാരണ്ടി ഓഫ് ആൻ ഓതറൈസ്ഡ് ടൂറിസ്റ്റ് ഏജന്റ് ഇൻ ഈജിപ്റ്റ്. ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് അറ്റ് ദ എയർപോർട്ട് അപ്പോൺ യുവർ അറൈവൽ. തൽക്കാലം ഞാനിത് ഇഗ്നോർ ചെയ്യണം. ഇറ്റ് ഇസ് നോ ഓൾ നാഷണാലിറ്റീസ്. സ്റ്റാറ്റസ് മാരീഡ് ആണ്. അപ്പോൾ അടുത്തത് ഓർഡിനറി പാസ്പോർട്ട് നമ്പർ, from no. പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യണം. പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് JPG ഫോർമാറ്റിലായിരിക്കണം. അതുകൂടാതെ തന്നെ 1 MB കൂടാൻ പാടില്ല. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങളുടെ JPG ഫോമിലേക്ക് ആക്കാനും പിന്നെ KB സൈസ് കുറയ്ക്കാനൊക്കെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഐ ലവ് PDF എന്ന് പറഞ്ഞിട്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് PDF to JPG ആക്കാം. JPGയുടെ പിന്നെ അടിച്ചു വെച്ചാൽ കംപ്രസ് ഇമേജ് ഓൺലൈൻ ഉണ്ട്. ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇമേജിൻ്റെ സൈസ് എല്ലാം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇമേജിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ 2 വെബ്സൈറ്റ് യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തു. പിന്നെ ഇത് കറക്റ്റായിട്ട് കൊടുക്കണം. നമ്മുടെ പാസ്പോർട്ടിൽ എന്താണോ അത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ bookings.com കയറിയിട്ട് ഒരു വെബ്സൈറ്റ് ഒരു ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹോട്ടൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്സ് കിട്ടി. അപ്പം നമ്മളത് സേവ് ചെയ്യണം. കൺഫേം കൊടുത്തു. ഓക്കെ. മാസ്റ്റർ കാർഡ്. ഞാനെൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. യുവർ പേയ്മെൻറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ്, പ്ലീസ് വെയിറ്റ് വെൻ യുവർ ഡയറക്റ്റ് ടു മെർച്ചന്റ്. ഞാൻ കണ്ടിന്യൂ എടുത്തിരുന്നു. പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പെയ്ഡാണ്. ഇനി
സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മൾ ഹോം പേജിൽ നിന്ന് ചെക്ക് ചെയ്യണം. അപ്ലിക്കേഷൻ പ്രോസസ്സിങ് ഇപ്പോൾ ഇവിടെ 7 days ആണ് ഇവർ പറയുന്നത്. ഇവിടെ ഉണ്ട് അപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 6 to 7 days ആണ് ഒരു പ്രോസസ്സിങ് ടൈം പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയത്, നമ്മുടെ booking.com പോയിട്ടുള്ളതാണ്. അതായത് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ അവിടെ ഈജിപ്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ booking.com വന്നിട്ട് ഇപ്പോൾ കെയ്റോയിലാണ് എവിടെയാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെടുക്കുക. നമ്മളുടെ ഡേറ്റ് കൊടുക്കുക. ഞാൻ റാൻഡം ഡേറ്റും ഡേറ്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് കാണിക്കും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഈ ഫ്രീ ക്യാൻസലേഷനും പിന്നെ നോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ കണ്ടോ, സോറി, ബുക്ക് വിത്തൗട്ട് ക്രെഡിറ്റ് കാർഡ്, നോ പേയ്മെൻറ്റ്, ഇത് രണ്ടും നമ്മൾ കൊടുക്കണം. ഇത് മൂന്നും കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് ഈ വെസ്റ്റ് പിരമിഡ് എന്ന് പറഞ്ഞ ഈ ഹോട്ടലാണ് കിട്ടിയത് ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിസ application for Egypt. So you guys try your processing for e-visa and all the best.